നന്നായ സജ്ജനങ്ങളായ ആളുകൾ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മഅ്ദുബ, അതിന്റെ പേരാണ് സ്വർഗം. ഈ സ്വർഗത്തിൽ എന്തൊക്കെയാ പടച്ചറബ് ഒരുക്കി വെച്ചത്? സ്വർഗത്തിലെ വീടുകൾക്ക് എന്ത് സൗകര്യമാ, ആ സ്വർഗത്തിലെ വിഭവങ്ങൾക്ക് എന്ത് രസമാ, ആ സ്വർഗത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണെന്ന് ഒരു ഖുർആനിലോ ഒരു ഹദീസിലോ വ്യക്തമല്ല. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരാൾക്കും അറിയില്ല. ഇന്ന് വരെ ഒരാളെ മനസ്സിൽ ഉദിക്കുക പോലും ചെയ്തിട്ടില്ല. എന്നിട്ടല്ലേ പിന്നെ സ്വർഗീയ അനുഗ്രഹങ്ങൾ കാതുകൊണ്ട് കേൾക്കല്, എന്നിട്ടല്ലേ സ്വർഗീയ അനുഗ്രഹങ്ങൾ കണ്ണുകൊണ്ട് കാണല്. അത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല, മനസ്സിൽ ഇന്ന് വരെ ഉദിക്കുക പോലും ചെയ്തിട്ടില്ല. അത്രയും വലിയ സുഖങ്ങളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ സ്വർഗ്ഗത്തിന്റെ വിശാലമാണെങ്കിലോ, ആ സ്വർഗ്ഗത്തിന്റെ വിലയാണെങ്കിലോ, സ്വർഗ്ഗത്തിലെ ഒരു ഫീറ്റ് ഭൂമിയുടെ വില അത് ഈ ദുനിയാവിലുള്ള സകല വസ്തുക്കളോട് തുല്യമാവുകയില്ല. ഈ ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് സ്വർണമല്ല, ഈ ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് തങ്കമല്ല, ഈ ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു പവിഴമല്ല. ഈ ദുനിയാവിൽ വിലപിടിപ്പുള്ളത് നിങ്ങൾ കോടിക്കണക്കിന് ഒരു ഗ്രാമിന് കോടിക്കണക്കിന് രൂപ വിലയുള്ള വസ്തു ഈ ദുനിയാവിലുണ്ട്. അറിയുമല്ലോ, 16ാമത്തെ വസ്തുവാണ് സ്വർണം എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച വസ്തുക്കൾക്കുള്ള വില താരതമ്യം ചെയ്യുമ്പോൾ 16ാം സ്ഥാനത്താണ് സ്വർണം നിൽക്കുന്നതെങ്കിൽ അതിനേക്കാൾ വിലപിടിപ്പുള്ള എത്ര സാധനങ്ങളുണ്ട്. ഈ ലോകം മുഴുവനും പഠിച്ചറിഞ്ഞ മുത്തു മുഹമ്മദ് മുസ്തഫ ആർക്ക് വേണ്ടിയാണോ ലോകം പടക്കപ്പെട്ടത്, ആർക്ക് വേണ്ടിയാണോ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്, ആർക്കാണോ പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചിക രഹസ്യങ്ങൾ മുഴുവനും തുറന്നു കാണിക്കപ്പെട്ടിട്ടുള്ളത്, ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ദുനിയാവിലുള്ള സകല വസ്തുക്കളും, ഈ ദുനിയാവിലുള്ള സകല ചരാചരങ്ങളും ഒരുമിച്ച് കൂട്ടിയാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഒരു ഫീറ്റ് ഭൂമിയോട് തുല്യമാവുകയില്ല. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയാ, അല്ലാഹുവിന്റെ ചരക്ക് എത്ര വിലപിടിപ്പുള്ള സാധനമാ. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ജന്ന, സ്വർഗമാണ് റബ്ബിന്റെ ചരക്ക്. ആ റബ്ബിന്റെ ചരക്കിന്റെ വില നിങ്ങൾക്കറിയുമോ? നിസ്സാരമായ വസ്തു കൊണ്ട് കിട്ടുന്നതല്ല. നിങ്ങളുടെ സിറ്റിയാകുന്ന മാംഗ്ലൂർ സിറ്റിയിൽ 1 സെന്റ് ഭൂമി കിട്ടാൻ എത്ര കോടി നൽകേണ്ടി വരും? ബാംഗ്ലൂർ സിറ്റിയിലോ ബോംബെ സിറ്റിയിലോ ഡൽഹിയിലോ, അതും കഴിഞ്ഞ് ഇന്ത്യക്കപ്പുറം അങ്ങ് ഹോങ്കോങ് സിറ്റിയിലോ, അല്ലെങ്കിൽ അതുപോലെ ലോകത്തറിയപ്പെട്ട വലിയ വലിയ സിറ്റികളിലൊക്കെ 1 സെന്റ് ഭൂമിക്കുള്ള വില എത്രയാ? എന്നാൽ ഈ ദുനിയാവ് മുഴുവനും, ഈ ദുനിയാവിലുള്ള ചരക്കുകൾ മുഴുവനും, ഈ ദുനിയാവിലുള്ള വസ്തുക്കൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയാൽ, അത് മുഴുവനും നൽകിയാൽ, മുത്തുനബി പഠിപ്പിച്ചൊരു സ്വർഗമുണ്ട്, ഖുർആൻ പഠിപ്പിച്ചൊരു സ്വർഗമുണ്ട്, നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്വർഗമുണ്ട്, എപ്പോഴും ചോദിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതിനുവേണ്ടി നിസ്കരിക്കുന്നുണ്ട്, അതിനുവേണ്ടി നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ഹജ്ജ് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ധർമ്മം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന, റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു ചോദിക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിനുള്ളിൽ നിന്ന് ഒരൊറ്റ ഫീറ്റിന്റെ വില ഈ ദുനിയാവ് മുഴുവനും കൊടുത്താൽ, ദുനിയാവിലുള്ളത് മുഴുവനും നൽകിയാൽ, റബ്ബിന്റെ സ്വർഗത്തിൽ നിന്ന് 1 അടിക്ക് തുല്യമല്ല.
കണ്ടുവന്ന റസൂലാണ് പറയുന്നത്, ബോധ്യപ്പെട്ട റസൂലാ പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ സർവ്വരഹസ്യങ്ങളും മനസ്സിലാക്കിയ തങ്ങളാ പറയുന്നത്. അറേബ്യൻ കണ്ടറയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പെട്രോളിനെ കുറിച്ച്, അവിടുന്ന് കുഴിച്ചെടുക്കുന്ന സ്വർണങ്ങളെ സംബന്ധിച്ച്, അവിടുന്ന് കുഴിച്ചെടുക്കാൻ പോകുന്ന വാതകങ്ങളെ കുറിച്ച് മുഴുവനും അറിയുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങള് പറയുകയാ, എങ്കിൽ ഈ സ്വർഗമെന്താ, സാലിഹീങ്ങൾക്ക് നൽകുന്ന സ്വർഗമെന്താ, ആലിമീങ്ങൾക്ക് നൽകുന്ന സ്വർഗമെന്താ? ദാലിക ലിമൻ ഖശിയ റബ്ബ, റബ്ബിനെ പേടിച്ച് ജീവിച്ചവർക്ക് കിട്ടുന്ന സ്വർഗമെന്താ? ആ സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകിയിട്ട് ആ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മ കൈപിടിക്കാൻ ആളില്ലെങ്കിലോ, നമുക്ക് കണക്കാക്കപ്പെട്ട സീറ്റിലേക്ക് കൊണ്ടുപോകാൻ ആളില്ലെങ്കിലോ, നമുക്ക് തയ്യാർ ചെയ്യപ്പെട്ട ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ ആളുകളില്ലെങ്കിലോ, എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ മുഴുവനും സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരു മഹാനുണ്ട്. അതാരാണെന്നറിയുമോ? ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി. അതുകൊണ്ട് തന്നെയാണ് ഇമാം അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരങ്ങള്, മുതഅല്ലിമീങ്ങള് സർവരോടും പറയുന്നു, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുകയാ, അല്ലാഹ് 100 തവണ ഞാന് പടച്ച റബ്ബിനെ കണ്ടിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ ആ സ്വപ്നത്തിന്റെ ലോകത്തേക്ക് വിശദീകരിച്ച് കടക്കുന്നില്ല, വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ 100 തവണയും ഞാൻ റബ്ബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മുസ്ലിമേ മറന്നു പോകണ്ട, അല്ലാഹ് നിന്റെ പ്രീതി കിട്ടാൻ, നിന്റെ ഇഷ്ടം ലഭിക്കാൻ, നീ ഒന്ന് തൃപ്തിപ്പെടാൻ, നിന്റെ പ്രത്യേക പരിഗണന കിട്ടാൻ, ഈ ദുനിയാവെന്ന് കണ്ണടയ്ക്കുന്ന സമയത്ത് നിന്റെ തൃപ്തി കിട്ടിയാൽ, ലോകം മുഴുവൻ വെറുത്താൽ എന്താ, ലോകം നരകത്തിന് തുല്യമായാൽ എന്താ, ഒന്നും നേടിയിട്ടില്ലെങ്കിൽ എന്താ, പട്ടിണി കിടന്നാൽ എന്താ, രോഗം വന്നാൽ എന്താ, കഷ്ടപ്പാടുകൾ സഹിച്ചാൽ എന്താ, കിട്ടുന്നത് നിന്റെ തൃപ്തിയല്ലയോ? സൃഷ്ടാവായ നിന്റെ തൃപ്തി ഒന്ന് കിട്ടിയാൽ, നിന്റെ പൊരുത്തമൊന്ന് കിട്ടിയാൽ, നിന്റെ ഇഷ്ടമൊന്ന് കിട്ടിയാൽ അതെന്തൊരു ഭാഗ്യമാ. അതേ മഹാനായ അഹ്മദ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫാഴി തങ്ങൾ പറഞ്ഞ പോലെ, നിന്റെ തൃപ്തി കിട്ടിയാൽ പിന്നെ ഈ ഭൂമി മുഴുവനും മണ്ണാ, മണ്ണിന് മുകളിലുള്ളത് മുഴുവനും മണ്ണാ, പിന്നെ ഒരു നഷ്ടവുമില്ല, ഒരു പരാജയവുമില്ല. അതുകൊണ്ട് നിന്റെ തൃപ്തി കിട്ടാൻ, നീ ഒന്ന് എന്നെ തൊട്ട് തൃപ്തിപ്പെടാൻ, നിന്റെ ഇഷ്ടം ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് 100 തവണ ഞാൻ റബ്ബിനോട് ചോദിച്ചതാ. റബ്ബ് പറഞ്ഞതാ, തിലാവത്തുൽ ഖുർആൻ, അത് ഖുർആൻ ഓതലാ. അതേ ഖുർആനിന്റെ ആളുകൾ അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ് വ ഖാസത്തുഹു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന, ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവര് അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാ, റബ്ബിന്റെ ആളുകളാ. ഈ ഖുർആൻ കൊണ്ട് എന്നിലേക്ക് അടുക്കുന്നത് പോലെ, ഈ ഖുർആൻ കൊണ്ട് എന്റെ ഇഷ്ടം സമ്പാദിക്കുന്നത് പോലെ, എന്റെ തൃപ്തി സമ്പാദിക്കുന്നത് പോലെ ഒന്നുകൊണ്ടും തൃപ്തി നേടാനില്ല.
ആഖിർ സമാനിലെ മക്കളെ, ഈ വിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും കാലത്തൊരു പേജെങ്കിലും ഓതണമെന്ന്, വെള്ളിയാഴ്ച ദിവസം രാത്രിയിലും പകലിലും അൽ-കഹ്ഫ് സൂറത്ത് ഓതണമെന്ന്, 3 പ്രാവശ്യം രാത്രിയും 3 പ്രാവശ്യം പകലും ഓതണമെന്ന് അഇമ്മത്ത് എഴുതി വെച്ചപ്പോ, ഹബീബായ തങ്ങളെ ഹദീസ് എടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞപ്പോ, ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ ഉണ്ടാവരുത് എന്ന് സർവ്വ ആളുകളും പറയുമ്പോ ഞാൻ ചോദിക്കുന്നു, മോനെ, പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും ഒരു തവണയെങ്കിലും അൽ-കഹ്ഫ് സൂറത്ത് ഓതി തീർക്കണമെന്ന് ചിന്തിക്കലുണ്ടോ? ഓതിയിട്ടുണ്ടോ? എനിക്ക് പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു വെള്ളിയാഴ്ച പോലും അൽ-കഹ്ഫ് സൂറത്ത് ഓതാത്തതില്ല. പറയാൻ ധൈര്യമുള്ള മുഅ്മിനീങ്ങളുണ്ടോ? മുസ്ലിമീങ്ങളുണ്ടോ? എന്തെല്ലാം വായിച്ചു തീർക്കാൻ നമുക്ക് സമയമുണ്ട്. അതേ, മൊബൈൽ വരുന്ന വാട്സാപ്പ് മുഴുവനും നോക്കി തീർക്കാൻ സമയമുണ്ട്. ടെസ്റ്റ് മെസ്സേജ് മുഴുവനും വായിച്ചു തീർക്കാൻ സമയമുണ്ട്. എല്ലാം കഴിഞ്ഞ് രാത്രി കിടപ്പറയിലേക്ക് ചെല്ലുമ്പോഴും ഇത് വായിച്ചു തീർക്കാൻ നമുക്ക് സമയമുണ്ട്. മോനെ, നിനക്ക് ബുദ്ധി തന്നല്ലോ, നിനക്ക് സൗന്ദര്യം തന്നല്ലോ, നിനക്ക് കഴിവ് തന്നല്ലോ, സംസാരശേഷി തന്നല്ലോ. ഇന്നലെ ഞാനൊരു വഅദിന് പോയതാ, ഇതുപോലത്തെ ഒരു മജ്‌ലിസിൽ പങ്കെടുത്തതാ. ഒരു സയ്യിദിന്റെ സാന്നിധ്യമാ. ആ സയ്യിദിന്റെ സദസ്സിലേക്ക് ചെല്ലുമ്പോ എന്റെ വണ്ടിക്കടുത്ത് വന്നുകൊണ്ട് ഒരാൾ സ്വീകരിച്ചു. നല്ലൊരു മുതഅല്ലിമ്, വല്ലാത്ത മുതഅല്ലിമ്, ഒരുപാട് ഖിദ്മകൾ ചെയ്യുന്നു, വല്ലാതെ സ്നേഹത്തോടെ പെരുമാറുന്നു. പക്ഷേ ഒരക്ഷരം മിണ്ടുന്നില്ല. ഞാൻ ഓർത്തുപോയി, തങ്ങളെ നേരത്തെ എനിക്ക് കണ്ട് പരിചയമില്ല. ഞാൻ ഓർത്തു, ഇതായിരിക്കുമോ ഞാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്ന സയ്യിദെന്ന്. അവസാനം സയ്യിദിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാ എന്റെ വണ്ടിയിൽ വന്ന് സ്വീകരിച്ചത് സയ്യിദല്ല എന്ന് മനസ്സിലായത്. എന്തൊരു നല്ല മുതഅല്ലിമാണ്, അല്ലാഹ് ബറക്കത്ത് ചെയ്യട്ടെ. പക്ഷേ ഞാൻ ആ സയ്യിദിനോട് ചോദിച്ചു, തങ്ങളുപ്പാപ്പേ, ഈ മുതഅല്ലിം ഇവിടെ പഠിക്കുന്നതാണോ? അതേ, പഠിക്കുന്നതാണ്. പക്ഷേ എന്താണെന്നും മിണ്ടാത്തത്? ഒന്നുമല്ല. അയാളെങ്ങനെ മിണ്ടൂരേന്ന് ഞാൻ ചോദിച്ചു. അയാളെ മിണ്ടാത്തത് കൊണ്ടല്ല, വല്ലാത്ത വിക്കുള്ള കുട്ടിയാ. അതുകൊണ്ട് വിക്കുള്ളത് കൊണ്ട് സംസാരിക്കല് കുറവാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സംസാരത്തിനൊരു വിക്ക് വന്നാൽ, സംസാരശേഷി ഇല്ലാതെ വന്നാൽ, ചെവിക്കൊരു കംപ്ലൈന്റ് വന്നാൽ, കണ്ണിനൊരു കംപ്ലൈന്റ് വന്നാൽ, ഈ പിറകിൽ നിൽക്കുന്ന ആളുകളെ ഒന്നും കാണാൻ, മുഖം വ്യക്തമായിട്ട് മനസ്സിലാവാൻ എനിക്ക് കാഴ്ച കുറവാണ്. ഇങ്ങനെ കാഴ്ചക്ക് കുറവ് വന്നാൽ സുബ്ഹാനല്ലാഹ്, അത് ആർക്ക് നികത്തി തരാൻ പറ്റും? ആർക്ക് പരിഹരിച്ചു തരാൻ പറ്റും? ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാനും കാണാനും കേൾക്കാനും സർവ്വത്തിനും നമുക്ക് കഴിവും നൽകുന്ന അല്ലാഹു തആല, ആ അല്ലാഹുവിന്റെ കലാം, അവന്റെ വചനങ്ങളാകുന്ന വിശുദ്ധ ഖുർആൻ, അതൊന്ന് വായിക്കാനോ അത് വായിച്ചു പഠിക്കാനോ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടുന്നില്ലെങ്കിൽ എന്തൊരു നന്ദിയില്ലാത്തവരാ. മോനെ, ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ ഉണ്ടാവരുത്, അൽ-കഹ്ഫ് ഓതാത്ത വെള്ളിയാഴ്ചയുണ്ടാവരുത്, യാസീൻ ഓതാത്ത ആഴ്ചയുണ്ടാവരുത്. അല്ലാ, ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണ്ടേ? 100 തവണയും റബ്ബനോട് പറഞ്ഞതാണ്. വീണ്ടും ഞാൻ റബ്ബിനോട് ചോദിച്ചു 100ാമത്തെ പ്രാവശ്യം, ബിഫഹ്മിൻ
ഔ ബിഗൈരി ഫഹ്മിൻ. ഈ ഖുർആൻ കൊണ്ട് നിന്റെ ഇഷ്ടം ലഭിക്കാൻ, നിന്റെ തിത്തി ലഭിക്കാൻ, അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും അറിഞ്ഞുകൊണ്ട് ഓതണമോ? അറിയാതെ ഓതിയാലും കിട്ടുമോ? അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ മറുപടി ബിഫഹ്മിൻ അം ബിഗൈരി ഫഹ്മിൻ. അർത്ഥമറിഞ്ഞ് ഓതിയാലും അർത്ഥമറിയാതെ ഓതിയാലും ഈ പറഞ്ഞ പവർ കിട്ടുന്നതോ അല്ലാഹ്. നിങ്ങൾക്കറിയുമോ, ഒരു പ്രസവിക്കപ്പെട്ട പെൺകുച്ച്, ഒരു ചെറിയ കുഞ്ഞ് പ്രസവിക്കപ്പെടുമ്പോൾ ആർക്കാണ് ആ കുഞ്ഞിനെ വേണ്ടത്? ആരാണ് ആ കുഞ്ഞിനെ നോക്കുന്നത്? ആരാണ് ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്? ആർക്കാണ് ആ കുഞ്ഞിനെ കണ്ടിട്ട് വികാരം തോന്നുന്നത്? ആരാണ് ആ കുഞ്ഞിനെ പരിഗണിക്കുന്നത്? ആർക്കും വേണ്ടല്ലോ, ആരും തിരിഞ്ഞു നോക്കില്ലല്ലോ. അതേ സമയത്ത് ആ പിഞ്ചു പൈതലിനെ അതാ ക്രമേണ ക്രമേണ വളർത്തി വളർത്തി മലയൂട്ടി ഉമ്മ വളർത്തി. അതിനുശേഷം വളർത്തി വളർത്തി ഒരു 10-18 വയസ്സാകുമ്പോൾ ആരും നോക്കിപ്പോകുന്നു, ആരും ശ്രദ്ധിച്ചു പോകുന്നു, ആരും കൊതിച്ചു പോകുന്നു, ആർക്കും ഇഷ്ടപ്പെടുന്നു, ആരും ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോവാൻ തയ്യാറാകുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു 18 വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ വളർത്തണമെങ്കിൽ, പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ അങ്ങനെ വളർത്തി വലുതാക്കണമെങ്കിൽ എത്ര അധ്വാനങ്ങളുണ്ട്, എത്ര പ്രയാസങ്ങളുണ്ട്, എത്ര ചെലവുകളുണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉമ്മ എത്ര കഷ്ടപ്പെടേണ്ടതുണ്ട്, ഉപ്പ എത്ര പ്രയാസപ്പെടേണ്ടതുണ്ട്. അങ്ങനെ 10, 18, 20 വയസ്സാകുമ്പോ ആകർഷണീയമായ സുന്ദരിയായിരിക്കുന്ന പെൺകുട്ടിയെ ഒരു ഭർത്താവിനെ കൊണ്ടങ്ങ് കെട്ടിച്ചയച്ചാൽ ആ പെൺകുട്ടിക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, മതബോധം നൽകിയിട്ടുണ്ട്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്, ചിട്ടകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ ഭർത്താവിനെ കൊണ്ടങ്ങ് കെട്ടിച്ചയച്ചാൽ അതിനൊരു ഹസനത്താണ്, ഒരു ഹസനത്താണ്, അതേ ഒരു പ്രതിഫലമാണ്. നരകത്തിൽ നിന്നൊരു മറയാണ് അത്. ഒരു ഹസനത്താണെങ്കിൽ ഓ മുസ്ലിമീങ്ങളെ, മൻ ഖറ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരക്ഷരം ഓതിയാൽ, അല്ലാഹുവിന്റെ ഖുർആനാണെന്ന നിലയ്ക്ക് ഖുർആനിൽ ഒരക്ഷരം ഓതിയാൽ അതിന് കിട്ടുന്ന ഏറ്റവും ചെറിയ പ്രതിഫലം അത് 10 ഹസനത്താണ്. ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തി കെട്ടിച്ചയച്ചാൽ ഒരു ഹസനത്താണ്. ഖുർആനിലെ ഒരക്ഷരം ഓതിയാൽ ഏറ്റവും ചുരുങ്ങിയത് 10 ഹസനത്താണ്. മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് നമ്മുടെ അറിവിന്റെ മാപിനി കൊണ്ട് അളക്കാൻ പറ്റില്ലല്ലോ. മുജ്തഹിദീങ്ങൾക്ക് ഇജ്തിഹാദില്ലല്ലോ. ഒരു പണ്ഡിതനും ഗവേഷണത്തിന് പറ്റിയതല്ലല്ലോ. ആഖിറത്തിന്റെ കാര്യമൊക്കെ അങ്ങനെയാണല്ലോ, സൽക്കർമ്മത്തിന്റെ പ്രതിഫലങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അത് പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്ത് പറയുന്നതല്ലല്ലോ, ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്നതല്ലല്ലോ, അറിവ് കൊണ്ട് കണ്ടെത്തുന്നതല്ലല്ലോ. താങ്കൾ പറയുന്നതാ മുസ്ലിമീങ്ങൾ അറിയാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഒരാൾ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഓതിയാൽ, ഖിയാമിലായിട്ട് ഓതിയാൽ, ഒരു യാസീൻ ഓതിയാൽ, ഒരു ഫാത്തിഹ ഓതിയാൽ, ഒരു ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയാൽ, നിസ്കാരത്തിൽ ഖിയാമിലായിട്ട് ഓതിയാൽ ഒരക്ഷരത്തിന് കിട്ടുന്ന പ്രതിഫലം 100 ഹസനത്താണ്, 100 പ്രതിഫലമാണ്. അതേ സമയത്ത് നിസ്കാരത്തിൽ തന്നെ ഇരുന്നു കൊണ്ടാണ് ഓതുന്നത്, ഇരുന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിന് 50 പ്രതിഫലമാണ്. അതേ സമയത്ത് നിസ്കാരത്തിലല്ല, നല്ലപോലെ നല്ല വൃത്തിയില് വസ്ത്രം ധരിച്ചത്തറ് പൂശി കിബിലക്ക് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിയാൽ അതിന് കിട്ടുന്നത്
25 പ്രതിഫലമാണ്. ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലമാണ് 10 ഹസനത്ത് എന്ന് പറയുന്നത്. ഇത്ര പ്രതിഫലമുള്ള മറ്റൊരു അമല് ഉണ്ടോ? ഇവിടുന്ന് ലക്ഷങ്ങൾ മുടക്കി കഅബാലയത്തിന്റെ സമീപത്ത് ഹജ്ജ് ചെയ്താൽ, ഉംറ ചെയ്താൽ ഉറുപ്പിക എത്ര വേണം, ത്യാഗങ്ങൾ എത്ര വേണം, ദുരിതങ്ങൾ എത്ര അനുഭവിക്കണം. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഏറ്റവും ഫസ്റ്റ് കാറ്റഗറിയിലായി ഹജ്ജിന് പോയാൽ ഒരാൾ ഏറ്റവും ചുരുങ്ങിയത് 20 കിലോമീറ്റർ നടക്കണമെന്ന, എല്ലാ വാഹനത്തിൽ തന്നെയാണെങ്കിലും ഹറമിന്റെ അടുത്ത് താമസമാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 20 കിലോമീറ്റർ എങ്കിലും നടക്കണമെന്ന, അങ്ങനത്തെ ഹജ്ജ് ചെയ്താൽ, ഉംറ ചെയ്താൽ അത് ഒരു ഹസനത്താണ്. അതേ സമയത്ത് ഖുർആൻ ഓതിയാൽ ഏറ്റവും ചുരുങ്ങിയത് 10 ഹസനത്താ. ഇതുകൊണ്ടാണ് മുത്തുനബി പഠിപ്പിച്ചത്, നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചേ പറ്റൂ. അല്ലിമൗലാദുക്കും സലാസ ഖിസ്വാലിൻ, 3 കാര്യങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചിരിക്കണം. ഒന്ന്, മഹബ്ബത്ത നബിയിക്കും, മുത്തുനബിനെ സ്നേഹിക്കാൻ, മുത്തുനബിനെ അറിയാൻ, മുത്തുനബിനെ പറ്റി പറയാൻ, മുത്തുനബിനെ പറ്റി പാടാൻ, മുത്തുനബിനോട് സ്നേഹമുണ്ടാവാൻ ആവശ്യമായതെന്തൊക്കെയുണ്ട് അത് നിങ്ങൾ മക്കൾക്ക് പഠിപ്പിക്കണം. വമഹബ്ബത അഹ്ലിൽ ബൈത്ത്, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ, അഹ്ലു ബൈത്തിനോട് സ്നേഹം കൂടാൻ എന്തൊക്കെ നിങ്ങൾക്ക് വേണം അതൊക്കെ നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം. വത്തിലാവത്തൽ ഖുർആൻ, ഖുർആൻ ഓതാൻ നിങ്ങൾ മക്കളെ പഠിപ്പിക്കണേ. 10 വയസ്സിന് മുമ്പല്ലല്ലോ സഹാബത്ത് ഖുർആൻ പഠിച്ചത്. 30 ചില്ലാനം വയസ്സുള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലേ ഖുർആൻ പഠിച്ചത്. 28 വയസ്സിൽ കൂടുതൽ ഉമറുൽ ഫാറൂഖ് അല്ലേ ഖുർആൻ പഠിച്ചു തുടങ്ങിയത്. 60 ചില്ലാനം വയസ്സ് പ്രായമുള്ള അംർ ഇബ്നു ജമൂഹ് തങ്ങളല്ലേ ഖുർആൻ പഠിച്ചത്. ഇങ്ങനെ അല്ലാ ചെറുപ്പക്കാരാണോ ഖുർആൻ പഠിച്ചിരുന്നത്? കുട്ടികളാണോ ഖുർആൻ പഠിച്ചിരുന്നത്? കുട്ടികളാണോ ശറഈന്റെ നിയമങ്ങൾ പഠിച്ചിരുന്നത്? പഠിക്കുന്നതിന് പ്രായമുണ്ടോ? പഠിക്കുന്നതിന് പരിധിയുണ്ടോ? പഠിക്കുന്നതിൽ ആർക്കെങ്കിലും മതിയാവലുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ മക്കളെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കണേ. അവര് മുത്തിന് അല്ലാഹുവിന്റെ ആളുകളാണേ, അല്ലാഹുവിന്റെ ഇട്ടക്കാരാ. നാളെ മഹ്ശർ എന്ന് പറയുന്ന ഒരു ലോകമുണ്ടല്ലോ, ആ ലോകത്ത് നമ്മളൊക്കെ വരുമല്ലോ. ഹബീബായ തങ്ങള് അവിടുന്ന് ഏറ്റവും കൂടുതൽ കരഞ്ഞത് നമുക്ക് വേണ്ടിയാ, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് നമുക്ക് വേണ്ടിയാ. മുത്തുനബിക്ക് നമ്മോടുള്ള സ്നേഹം നിങ്ങൾക്കറിയുമോ? എല്ലാ പ്രവാചകന്മാർക്കും സഡൻലി ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥിച്ചാൽ ഉടനടി അവർക്ക് ഉത്തരമാണ്. ആ പ്രാർത്ഥന മഹാനായ ആദം നബിയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഇദ്രീസ് നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, നൂഹ് നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്രാഹിം നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, മൂസ നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഈസ നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഒട്ടുമിക്ക പ്രവാചകന്മാരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും കിട്ടുന്ന പ്രാർത്ഥനയാ. എനിക്കും അങ്ങനത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്താൻ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു, അവസരങ്ങൾ ഉണ്ടായിരുന്നു, ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹ് ഹബീബായ മുഹമ്മദ്
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളല്ലേ ദുർരിയാത്തുൻ നബി, അതേ ഇത്റത്തുൻ നബി. അവർക്കാണ് തങ്ങന്മാർ എന്ന് പറയുന്നത്. അഹ്ലു ബൈത്തും ആലുൻ നബിയും ഒക്കെ വേറെ, അത് നബി കുടുംബമാ. അതേ മുത്തലിബിന്റെ സന്താനങ്ങളാ, അതേ ഹാഷിമിന്റെ മക്കളാ. ഹാഷിമിന്റെ മക്കളിൽ നിന്നും മുത്തലിബിന്റെ മക്കളിൽ നിന്നും എല്ലാ മുഅ്മിനീങ്ങൾക്കും പറയുന്ന പേരാണ് ആലുൻ നബി. അതേ അർത്ഥത്തിൽ തന്നെ അഹ്ലു ബൈത്ത്. അതേ സമയത്ത് മുത്തുനബിന്റെ മക്കൾ എന്ന് പറയുന്ന അതേ തങ്ങന്മാരവരല്ല. അവരാരാണ്? ദുർരിയാത്തുൻ നബി, ഇത്റത്തുൻ നബി. അത് ഫാത്തിമ ബീവിന്റെ മക്കളോ, അത് മുത്തുനബിന്റെ മക്കളോ. അവരാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന തങ്ങന്മാര്, നമ്മുടെ നാട്ടിൽ പറയുന്ന തങ്ങന്മാര്. യഥാർത്ഥത്തിൽ ആലുൻ നബിക്കല്ല പറയുന്നത്, അഹ്ലു ബൈത്തിനുമല്ല പറയുന്നത്, അത് മുത്തുനബിന്റെ മക്കൾക്കാ പറയുന്നത്. മുത്തുനബിന്റെ മക്കളെന്ന് പറയുന്നത് ഫാത്തിമ ബീവിന്റെ മക്കളാ. ആദാനി ഇബ്നായ, ഇവർ രണ്ടും എന്റെ മക്കളോ. അല്ലാഹുവിന്റെ റസൂല് അങ്ങനെ ജിറാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളുമായി ദിവസങ്ങളോളം സംവാദം നടത്തി. ക്രിസ്തു മതത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് വിശുദ്ധ ഖുർആനാണ് സത്യം, ഇസ്ലാമാണ് സത്യമായതെന്ന് അവർക്ക് നിരന്തരം ബോധ്യപ്പെടുത്തി കൊടുത്തു. അവർക്ക് എല്ലാവിധ ബഹുമാനാദരവുകളും നൽകി. അതിനുശേഷം ഒരു ഉൾക്കൊള്ളാതെ പക്ഷപാതിത്വം പിടിച്ചപ്പോ അവരൊരു മുബാഹലക്ക് ജനിച്ചത് ഖുർആനിലുണ്ട്. നദ്ഉ അബ്നാഅനാ വഅബ്നാഅകും വഅൻഫുസനാ വഅൻഫുസകും വനിസാഅനാ വനിസാഅകും സുമ്മ നബ്തഹിൽ ഫനജ്അൽ ലഅനത്തല്ലാഹി അലൽ കാഫിരീൻ. വരൂ, നമുക്കൊരു ശാപ പ്രാർത്ഥന നടത്താം. നിങ്ങളെ മക്കളെ വിളിച്ചോളൂ, ഞാൻ എൻ്റെ മക്കളെ വിളിക്കാം. നിങ്ങൾ സ്ത്രീകളെ വിളിച്ചോളൂ, ഞാൻ എൻ്റെ കുടുംബത്തിലെ സ്ത്രീകളെ വിളിക്കാം. നിങ്ങൾ വന്നോളൂ, ഞാനും വരാം. എന്നിട്ട് നമുക്കൊരു പ്രാർത്ഥന നടത്താം. എന്നിട്ട് ആരാണോ നമ്മുടെ കൂട്ടത്തിൽ കളവ് പറയുന്നത് അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ നമുക്ക് ദുആ ചെയ്യാം എന്നവരുമായിട്ട് ഇത്തിഫാഖായി ഏകോപിച്ചുകൊണ്ട് തങ്ങൾ പിരിഞ്ഞു. പിറ്റേ ദിവസം തങ്ങൾ കൊണ്ടുപോയതാരയാ? മഹാനായ സയ്യിദ് ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങളെ കൈപിടിക്കുകയോ ഹുസൈൻ തങ്ങളെ നെഞ്ഞത്ത് വെച്ചിരിക്കുകയോ. അവിടുന്ന് നെഞ്ഞോട് ചേർത്തി പിടിച്ച് നെഞ്ഞത്ത് വെച്ചുകൊണ്ട് മറ്റേ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് ഫാത്തിമ ബീവിയെയും വിളിച്ച് അലിയാരെയും വിളിച്ച് മുബാഹലക്ക് പോവുകയോ. എന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മക്കളാ, ഹസൻ തങ്ങളാ ഹുസൈൻ തങ്ങളാ. അല്ലാ അല്ലാ, ഈ രണ്ട് പിഞ്ചോമന മക്കള് അല്ലാഹുമ്മ അഹിബ്ബഹുമാ, ഇവരെ സ്നേഹിക്കണേ എന്ന് പറഞ്ഞ മക്കള്, വഹിബ്ബ മൻ അഹബ്ബഹുമാ, ഇവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ എന്ന് പറഞ്ഞ മക്കള്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുർരിയത്താണ്, അവിടുത്തെ മക്കളാണ്. ആ മക്കളിൽപ്പെട്ട മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, അതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അല്ലാഹ് തങ്ങൾക്കെന്തൊരിഷ്ടമാ. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ മുട്ടുകുത്തി വരുമ്പോൾ കൈകൾ രണ്ട് വിരലുകളും മുത്തുനബി കൊടുക്കുകയാ. ഇർക്കാ കയറ് മോനെ, ഹബീബായ തങ്ങളെ ശരീരത്തിൽ കയറുകയാ, മുട്ടിൻകാലിൽ കയറുകയാ, അവിടുത്തെ വയറ്റിൽ കയറുകയാ. വയറ്റിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പൊന്നുമോൻ ഹുസൈൻ തങ്ങളെ അവിടുത്തെ വായിലേക്ക് ഹബീബായ തങ്ങളുടെ നാവ് വെച്ച് കൊടുക്കുകയാ. ഇത് എന്റെ പൊന്നുമോനാ. 1000 ചുംബനങ്ങൾ നൽകിയിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ. ആ രണ്ട് പിഞ്ചോമന മക്കളാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉടൽ ഭാഗം എടുത്തു വെച്ചിരിക്കുന്നു ഹുസൈൻ തങ്ങൾക്ക്. ഹുസൈൻ റളിയല്ലാഹു ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങളെ ഫേസ് ഹബീബായ തങ്ങളെ ഫേസിനോട് തുല്യമാ. ഈ രൂപത്തിലുള്ള രണ്ടു മക്കളാ. ഈ രണ്ട് മക്കൾ അറിയുമോ? ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങളെ
നിഷ്കരണം കൊല ചെയ്യപ്പെട്ടു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് ഒരു ദിവസം അലിയാര് വരുന്നു. അലി റളിയല്ലാഹു അൻഹു തങ്ങൾ വന്നപ്പോൾ മുത്തുനബി പൊട്ടിക്കരയുന്നു. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തങ്ങളോട് ചോദിക്കുന്നു, തങ്ങൾ കരഞ്ഞതെന്തിനാ, തങ്ങൾ കരയുന്നതെന്തിനാ? ഈ ബഹുമാനപ്പെട്ട അലിയാരോട് പറയുന്നു, മോനെ അലി, എന്റെ പൊന്നുമോൻ ഹുസൈൻ ജിബ്രീൽ ഇങ്ങ് വന്നു പോയിട്ടേ ഉള്ളൂ. ഈ കാണുന്ന കുപ്പിക്കകത്തുള്ള മണൽത്തരികള് മഹാനായ ജിബ്രീൽ കൊണ്ടു തന്നത് എന്റെ ജീവന്റെ പ്രിയപ്പെട്ട ജിബ്രീൽ വന്നറിയിച്ചതാണ്. അതേ യൂഫ്രട്ടീസിന്റെ തീരത്ത് കർബും ബലാഉം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് എന്റെ പിഞ്ചോമന കുഞ്ഞു ഹുസൈൻ തങ്ങളെ, ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ അതാ ശത്രുക്കൾ നിഷ്കരണം അറുത്തു കൊല ചെയ്യുമെന്ന് അവിടുത്തെ ചെറുപ്പാക്കപ്പെട്ട പൂമേനിയിൽ കൂടി ഒഴുകുന്ന രക്തം കൊണ്ട് കർബലായിലെ മണൽത്തരികൾ ചെഞ്ചായമണിയുമെന്ന്. ഈ കുപ്പിക്കകത്തുള്ള മണൽത്തരികള് എന്നാണോ ചുകത്തു പോകുന്നത് അന്നായിരിക്കും അത്. അതിനോർത്തുകൊണ്ട് കരയുകയാ. തങ്ങൾക്ക് ദുആ ചെയ്യാമായിരുന്നു, തങ്ങൾക്ക് പ്രാർത്ഥന ഉപയോഗപ്പെടുത്താമായിരുന്നു. എന്റെ പൊന്നുമോനെ ഒന്നും സംഭവിക്കരുത്, എന്റെ പൊന്നുമോനെ കൊല്ല ചെയ്യപ്പെടരുത്, എന്റെ പൊന്നുമോനെ നാശം സംഭവിക്കരുത് എന്ന് പറയാമായിരുന്നു. തങ്ങൾ പറഞ്ഞില്ല. ഹിജ്റ 61-ാം കൊല്ലം മുഹറം മാസം 10-ന് ഹബീബായ റസൂലിന്റെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ തങ്ങള്, അതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കള്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കള്, മഹദി ബീവി സൈനബാന്റെ മക്കള്, അവരെ മുഴുവനും നിഷ്കരുണമായിട്ട് കൊല ചെയ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ചോരപ്പൈതലിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹ് ഒരു തുള്ളി വെള്ളം നൽകുമോ? ഹബീബായ തങ്ങളെ പ്രിയപ്പെട്ട മക്കൾക്ക് ദാഹജലം നിഷേധിക്കപ്പെട്ടു. ഹുസൈൻ തങ്ങൾ പറഞ്ഞു, ആ കാണുന്ന യൂഫ്രട്ടീസിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് പട്ടികൾ കുടിക്കുന്നു, പന്നികൾ കുടിക്കുന്നു, മറ്റു മൃഗങ്ങൾ കുടിക്കുന്നു. ഇത് മുഴുവനും പടക്കാൻ കാരണക്കാരനായ എന്റെ ഹപ്പാപ്പ മുത്തു മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹിന്റെ പേരമക്കളാ ദായിച്ചു കൊടുമ്പിരിക്കൊള്ളുന്നത് തീർന്നില്ല. ഈ നിങ്ങളും അറബികൾക്ക് എന്തറിയാം? അറബികൾ ഒരു കാലത്ത് കക്കവറുക്കി നടന്നിരുന്ന കാട്ടറബികളെ, സംസ്കാരമറിയാത്ത അറബികളെ, ഒന്നുമറിയാത്ത അറബികളെ, ആ അറബികൾക്ക് ഈ കാണുന്ന സ്ഥാനവും മാനവും ഈ വിശാലമായ 20 സാമ്രാജ്യത്തിന്റെ അധികാരം നിങ്ങൾക്ക് കിട്ടിയത്, കിസ്റയും കൈസറും നിങ്ങൾ മുറിപിടിച്ചത്, കിസ്റയും കൈസറും നിങ്ങൾ അധീനതയിൽ വന്നത്, ഈ 20 സാമ്രാജ്യത്തിന്റെ ഭരണം നിങ്ങൾക്ക് കിട്ടിയത്, കിസ്റ കൈസറിന്റെ കോട്ടക്കൊത്തളങ്ങൾ ഞെട്ടിവിറപ്പിച്ച് അധികാരത്തിൽ നിങ്ങൾ എത്തിയത് എന്റെ ഉപ്പാപ്പ കാരണമാ. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കറിയാം ആരാ നിങ്ങളെ വകവെക്കുന്നത്, ആരാ നിങ്ങളെ പരിഗണിക്കുന്നത്, ആരാ നിങ്ങളെ മെയിൻറ്റ് ചെയ്യുന്നത്? ഇത് മുഴുവനും നിങ്ങൾക്ക് കിട്ടിയത് ഇന്ന് അധികാരം ഷാമിന്റെയും സിറിയയുടെയും അതേ ഈജിപ്തിന്റെയും മറ്റും അധികാരത്തിന് വേണ്ടി നിങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തി രക്തം ചിന്തുമ്പോൾ ഇത് മുഴുവനും നിങ്ങൾക്ക് കിട്ടിയത് എന്റെ ഉപ്പാപ്പ കാരണമാ. ആ ഉപ്പാപ്പാന്റെ മക്കൾക്ക് ഒരു തുള്ളി വെള്ളം തരുവോ എന്ന് ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ വായിലേക്ക് അസ്ത്രം തൊടുത്തു വിട്ട് നിഷ്കരുണം ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ഇങ്ങനെ മഹാനായ ഹംസ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങള് അതാ വേച്ച് നടന്ന് യൂഫ്രട്ടീസിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ മഹാനായ ഹുസൈൻ തങ്ങളെ കഴുത്തറുത്ത് അവിടുത്തെ തലയും ഉടലും വേർപിരിച്ച് അല്ലാഹ്
ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ തല മാത്രം ഒരു കുന്തത്തിൽ കുത്തി നിർത്തിയിട്ട് അതാ ഉടൽ ഭാഗം കൊണ്ടുപോവുകയാ. അവര് പ്രകടനം നടത്തുകയാ. ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ 1000 ചുംബനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന മുഖം, അവിടുത്തെ വായിന വെട്ടുകൊടുത്തിരുന്ന മുഖം, അവിടുത്തെ അത്രയും ബഹുമാന റസൂലുള്ളാഹി സ്നേഹിച്ചിരുന്ന മുഖം, ആ പൊന്നുമോന്റെ ശരീരത്തിലേക്ക് ഒരു വികൃതിയായ മനുഷ്യൻ, ഒരു ദുഷ്ടൻ ഏന്തുകയാ. ഏന്തിയിട്ടെത്തിയില്ല. അവസാനം ഒരു ചെറിയ കൊടിയെടുത്തിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ വായിലുള്ള പല്ലുകൾ കുത്തി കുത്തി ഒഴിവാക്കുകയാ. സുബ്ഹാനല്ലാഹ്. ചരിത്രത്തിൽ അവരൊക്കെ പിന്നെ അനുഭവിച്ചതറിയുമോ? പറയാൻ എനിക്ക് സമയമില്ല. ഇത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട തങ്ങോനാകുന്ന ഹുസൈൻ തങ്ങള് ഗർഭലായി നിഷ്കരണം കൊല ചെയ്യപ്പെടുമ്പോൾ ബീവി സൈനബ ഹുസൈൻ തങ്ങളെ പെങ്ങളോ ഫാത്തിമ ബീവിന്റെ മോളോ അന്ന് യുദ്ധത്തിൽ വരാക്കാ പടയിലേക്ക് വരാത്താള് സൈനുൽ ആബിദീൻ അന്ന് പനി പിടിച്ച് വീട്ടിൽ കിടക്കുകയാ, ടെന്റിൽ കിടക്കുകയാ. അല്ലാ അല്ലാ, ചരിത്രമറിയുമോ മക്കളെ? നിങ്ങൾക്ക് പ്രായപൂർത്തിയെത്തിയ മക്കൾ ആൺകുട്ടികളെ മുഴുവനും കൊന്നു, രോഗമില്ലാത്തവരെ മുഴുവനും കൊന്നു, പെൺമക്കളെ മാത്രം ബാക്കിയാക്കി. അവസാനം മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളെ കൊണ്ടുവന്ന് കൊല്ലാൻ നേരത്ത് ഇവൻ ചെറിയതാ, ഇവന് പ്രായപൂർത്തിയെത്തിയിട്ടുണ്ടോന്ന് പരിശോധിക്കാൻ വേണ്ടി ഉടുത്തിരിക്കുന്ന മുണ്ടെടുത്ത് പരിശോധിച്ചത് പോലും ചരിത്രത്തിൽ കാണാം. മഹാദിയായ ബീവി സൈനബ സൈനുൽ ആബിദീൻ തങ്ങളെ ശരീരത്തിൽ അങ്ങ് കമഴ്ന്ന് കിടന്നു. ഇല്ല, എന്റെ കഴുത്തറുത്തിട്ടല്ലാതെ, എന്റെ നിഷ്കരണം കൊന്നിട്ടല്ലാതെ എന്റെ കുച്ചാങ്ങള ഹുസൈൻ തങ്ങളെ മോൻ സൈനുൽ ആബിദീനെ കൊല്ലാൻ പറ്റില്ല. അവസാനം മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളെ വിട്ടു. സുബ്ഹാനല്ലാഹ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചത് മുത്തുനബിന്റെ മക്കള്, ഏറ്റവും പ്രയാസങ്ങൾ അനുഭവിച്ചത് മുത്തുനബിന്റെ മക്കള്. അല്ലാഹ്, ആ ഗർഭലായിൽ കിടന്നുകൊണ്ട് മഹദിയായ ബീവി സൈനബ യാ റസൂലല്ലാഹ് അദാ ഹുസൈനും മുഖത്തലും ബിദ്ദിമാ, ഇതാ നിങ്ങളെ പൊന്നുമോൻ ഹുസൈൻ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാ. അവിടുത്തെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ മാനഭംഗപ്പെടാൻ പോവുകയാ. അവരിതാ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാ, ഇസ്തിഗാസ നടത്തുകയാ. ആ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളെ ഈ രൂപത്തിൽ ചെയ്യപ്പെടും എന്ന് ഹബീബായ തങ്ങളോട് ജിബ്രീൽ വന്ന് പറഞ്ഞപ്പോൾ, അടയാളം കൊടുത്തപ്പോൾ തന്റെ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയില്ല. തന്റെ സഡൻലി ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയില്ല. അന്ന് സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോൻ യഹ്യാ നബിയെ കൊന്നതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെയോ 1,00,000 ആളുകളെയോ ഇസ്രായേൽ സൈന്യത്തിൽ, ഇസ്രായേൽ കുടുംബത്തിൽ കൊല ചെയ്യപ്പെട്ടത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊലപ്പെടുത്തിയ ഇറാഖിന് കൊല തീരുകയില്ല, അവിടെ പ്രശ്നം തീരുകയില്ല, സമാധാനം നിലനിൽക്കുകയില്ല. ഹബീബായ തങ്ങളെ ആത്മാവ് ഉയർന്നു പോയത്, ഹബീബായ തങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹുസൈൻ തങ്ങളെ നിഷ്കരണം കൊല ചെയ്യപ്പെട്ടതോടുകൂടി ആഖിർ സമാനിലെ മക്കളെ നിങ്ങൾക്കറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളാണിത്, അവിടുത്തെ പേരമക്കളാണിത്. അല്ലാഹ്
എന്തെങ്കിലും പ്രതിസന്ധികൾ കാണുമ്പോൾ, പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ ഉമ്മത്ത് തകർന്നെന്ന് കരുതണ്ട, ഈ ഉമ്മത്തിന് രക്ഷയില്ലെന്ന് കരുതണ്ട, ഈ ഉമ്മത്ത് സത്യത്തിലല്ലെന്ന് കരുതണ്ട, ഈ ഉമ്മത്ത് വ്യതിചരിച്ചെന്ന് കരുതണ്ട. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴും തന്റെ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയില്ല. ഹബീബായ തങ്ങൾ ദുആ ചെയ്തില്ല. അതേ ഇതിന് പരിഹാരം വേണമെന്ന് തങ്ങൾ പറഞ്ഞില്ല. ഇത്രമാത്രം തങ്ങൾ സഹിച്ചിട്ട് പിൽക്കാലത്ത് സൈനുൽ ആബിദീൻ തങ്ങൾ അല്ലാഹു ഉയർത്തിയില്ലേ. അദല്ലദീ തഅരിഫുൽ ബത്ഹ വതഅതുഹു വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു ഹാദാ ഇബ്നു ഫാത്തിമത ഇൻ കുൻത ജാഹിലഹു ബിജദ്ദിഹി അംബിയാ അല്ലാഹി ഖദ് ഖുത്തിമു. എന്തൊരു സ്ഥാനമാ, എന്തൊരു ബഹുമാനമാ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല, അത് പറയേണ്ട സമയമല്ല. എന്നാൽ മക്കളെ, നാം ഇന്ന് മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ അനുസ്മരിക്കുന്നു, തങ്ങളെ പറ്റി പഠിക്കുന്നു, റിഫായി ശൈഖ് തങ്ങളെ അനുസ്മരിക്കുന്നു, അവരെ പറ്റി പഠിക്കുന്നു, അവരെ പറ്റി പറയുന്നു. മമ്പുറം തങ്ങളെ അനുസ്മരിക്കുന്നു, അവരെ പറ്റി പഠിക്കുന്നു, അവരെ പറ്റി പറയുന്നു. ഖാജാ തങ്ങളെ പറ്റി പഠിക്കുന്നു, ഖാജാ തങ്ങളെ പറ്റി നമ്മൾ പറയുന്നു. എല്ലാ സാദാത്തുക്കളെയും അനുസ്മരിക്കുന്നു. ഈ സാദാത്തുക്കൾക്ക് മുഴുവനും സയ്യിദായ ഇവരെ ഉപ്പാപ്പ ഹുസൈൻ തങ്ങളെ എന്തുകൊണ്ടറിഞ്ഞില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്തുകൊണ്ട് പഠിക്കുന്നില്ല, എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ആഖിർ സമാനിലെ മക്കളെ, അതേ ഖംസത്തുൻ ഇൻദൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫാ വൽ മുർതദാ വൽ ഇബ്നഹുമാ വൽ ഫാത്തിമ. മറക്കാൻ പറ്റുമോ? ലോകത്ത് എന്ത് പ്രതിസന്ധി വന്നാലും, രോഗം വന്നാലും, ദുരിതങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, NRC വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും الوباء الحاطمة المصطفى والمرتضى وابنهما والفاطمة. الله الله, എനിക്കഞ്ചാളുകളുണ്ട്. ഒന്ന് മുത്തുനബിയാ, മുത്തുനബിന്റെ രണ്ട് മക്കളാ, അലിയാരി തങ്ങളാ, ബീബി ഫാത്തിമയാ. മുറുകെ പിടിച്ചോ, പഠിച്ചു വെച്ചോ, കേട്ടുവെച്ചോ. മക്കളോട്, മുസ്ലിം ഉമ്മമാരോട്, മുസ്ലിം ഉപ്പമാരോട്, മുസ്ലിം സഹോദരങ്ങളോട്, മുസ്ലിം സഹോദരിമാരോട് ഇതല്ലാത്ത മാർഗമില്ലല്ലോ. മുത്തു മുഹമ്മദ് മുസ്തഫ അഹ്ലു ബൈത്തിനെ ഉപമിച്ചത് നൂഹ് നബിന്റെ കപ്പലിനോടാ. ലോകത്ത് ആദ്യം കണ്ട വാഹനം കപ്പലാ, ആദ്യത്തെ വാഹനം കപ്പലാ. കഴുതയെയും കുതിരയെയും ഒട്ടകങ്ങളെയും ജൈവവാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന്റെ മുമ്പ് ആദ്യം ലോകത്ത് കണ്ടെത്തിയ വാഹനം അത് കപ്പലാ. ഇന്നും ലോകത്തെ ഏറ്റവും വലിയ വാഹനം കപ്പലാ. ഫ്ലൈറ്റിന് രക്ഷക്കെത്തുന്നത് കപ്പലാ. ഫ്ലൈറ്റ് ഇറങ്ങുന്ന കപ്പലുണ്ട്, വണ്ടി കൊണ്ടുപോകുന്ന കപ്പലുണ്ട്. എല്ലാം ഇറക്കുമതിയും കയറ്റുമതിയും എക്സ്പോർട്ടും ഇൻപോർട്ടും കപ്പലിലാ. ഈ കപ്പലിനോടാണ് മുത്തുനബി ഉപമിച്ചത് കേട്ടോ. ഈ കപ്പൽ ഒരിക്കലും കുടുങ്ങുകയില്ല, ഈ കപ്പൽ ദിശ തെറ്റുകയില്ല. എല്ലാ വയർലെസ് കണക്ഷനും വിട്ടാലും, എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടാലും, എല്ലാ ബന്ധങ്ങളും അവസാനിച്ചാലും കപ്പലോടിക്കാൻ അറിയുന്ന കപ്പിത്താൻ കപ്പല് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നക്ഷത്രങ്ങളുണ്ട്. കരക്കണയുന്നതാ, രക്ഷപ്പെടുത്തുന്നതാ. അത് ഫ്ലൈറ്റ് പോലെയല്ല. ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടാൽ കത്തിക്കരിഞ്ഞങ്ങ് തീരല.
ആ വാഹനത്തിൽ അപകടപ്പെട്ടാൽ അങ്ങനെയാ, കപ്പൽ അങ്ങനെയല്ല. ഏത് കപ്പല് മുങ്ങിയാലും ആ കപ്പലിലെ യാത്രക്കാർ മരിക്കലില്ല. അവർക്കൊരുപാട് സംവിധാനങ്ങളുണ്ട്, ചുറ്റും നല്ല ബോട്ടുകളുണ്ട്, ഫ്ലൈറ്റുകൾ വന്ന് കൊണ്ടുപോകുന്നുണ്ട്, അതേ ഹെലികോപ്റ്റർ എത്തുന്നുണ്ട്. എന്നാൽ ഇത്ര സുരക്ഷിതമായ ഒരു വാഹനം അന്നുമില്ല, ഇന്നുമില്ല. ഈ കപ്പലിനോടാ അഹ്ലു ബൈത്തിനെ മുത്തുനബി ഉപമിച്ചിരിക്കുന്നത്. ക്രിസ്തുവർഷം 632 മാർച്ച് മാസം 31-ാം തീയതി അറഫാത്തിന്റെ മരുഭൂമിയിൽ വെച്ച് പറഞ്ഞു, അതേ റസൂലു റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതൻ വരുമ്പോ, മലക്കുൽ മൗത്ത് വരുമ്പോ എന്റെ ദൗത്യം തീർന്നിരിക്കുകയാ, പഠിപ്പിക്കേണ്ടതൊക്കെയും പഠിപ്പിച്ചിരിക്കുകയാ, അതേ ഓതിത്തരേണ്ടത് മുഴുവൻ ഓതിത്തന്നിരിക്കുകയാ, പറയാതെ ബാക്കി വെച്ചിട്ടില്ല, പഠിപ്പിക്കാതെ ഒന്നും വെച്ചിട്ടില്ല, ഒന്നും കാണിച്ചു തരാതിരുന്നിട്ടില്ല, എല്ലാം പ്രയോഗത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നതാ ഈ വിശുദ്ധ ഖുർആൻ. ലോകത്ത് വിപ്ലവം വരുത്തിയത് ആ ഖുർആൻ ഉപേക്ഷിച്ചു പോകുന്നു. ഈ ഖുർആനിന്റെ പ്രായോഗികമായിരിക്കുന്ന രൂപങ്ങള്, ഈ ഖുർആനിന്റെ മാനുഷികതകള്, ഈ ഖുർആനിന്റെ പ്രത്യേകതകള്, ഈ ഖുർആനിന്റെ എല്ലാ പ്രത്യേകതകളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ, ബോധ്യപ്പെടുത്തി തരാൻ എന്റെ പകരക്കാരായി എന്റെ മക്കളാ മുറുകെ പിടിച്ചോ, അത് മുറുകെ പിടിച്ചോ. കുഴയൂല, തളരൂല, തകരൂല. മർജൽ ബഹറൈനി യൽതഖിയാൻ. ഫാത്തിമ ബീവിയെയും അലിയാരെയും അല്ലാഹു ചേർത്തി നിർത്തിയതാ, അടുപ്പിച്ച് നിർത്തിയതാ. അലിയാർ വിജ്ഞാനത്തിന്റെ സാഗരമാ, ഫാത്തിമ ബീവിയും അങ്ങനെ തന്നെയാ. മുത്തുനബിയിൽ നിന്ന് ഒരുപാട് രഹസ്യങ്ങൾ ആവാഹിച്ചെടുത്ത മഹദിയാ. യഖ്റുജു മിൻഹും വൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. അലിയാർ എത്ര ഉയർന്നാലും, അലിയാർക്ക് എത്ര മക്കൾ പിറന്നാലും, അലിയാർ എത്ര ഭാര്യമാരെ കല്യാണം കഴിച്ചാലും, അതേ ഭാര്യമാരും അടിമ സ്ത്രീകളുമായി 18 സ്ത്രീകൾ അലിയാർക്കുണ്ടായിരുന്നു. ഒട്ടുമിക്ക സ്ത്രീകളിലും മക്കളുണ്ടായിരുന്നു. അവരെ അഹ്ലു ബൈത്താണെങ്കിലും ഫാത്തിമ ബീവിന്റെ മക്കളെ പ്രത്യേകതയില്ല. ഫാത്തിമ ബീവിയിൽ നിന്ന് അലിയാരിലേക്ക് വിട്ടുകിടക്കുന്നതിന് തടസ്സമായി ഒരു മറയുണ്ട്. രക്തത്തെ ചെങ്കടലും മറ്റു കടലും വിട്ടുകിടക്കുന്നതിന് മറയുണ്ട്. ഉപ്പുവെള്ളവും നൽത്തണ്ണീനും വിട്ടുകിടക്കുന്നതിനൊരു മറയുണ്ട്. പച്ചക്കളറുള്ള വെള്ളവും നീലക്കളറുള്ള വെള്ളവും സമുദ്രത്തിൽ വിട്ടുകിടക്കുന്നതിന് മറയുണ്ട്. ഒന്ന് മറ്റേതിലേക്ക് കടക്കൂല. രക്തത്തിന്റെ കളറുള്ള സമുദ്രം മറ്റേതിലേക്ക് കടക്കൂല. ഉപ്പുവെള്ളം നൽത്തണ്ണീരിലേക്ക് കടക്കൂല. അങ്ങനത്തെ ഒരു മറ അലിയാരും ഫാത്തിമയും തമ്മിലുണ്ട്. യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. ഈ സമുദ്രത്തിൽ നിന്ന് മുത്തുകൾ വരുന്നു, പവിഴങ്ങൾ വരുന്നു, കോടിക്കണക്കിന് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഈ കടലിൽ നിന്ന് വാരിക്കൊണ്ട് വരുന്നു. എന്നതുപോലെ ഈ അലിയാരിൽ നിന്നും ഫാത്തിമ ബീവിയിൽ നിന്നും മക്കളെ യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. വലിയ മുത്തുകൾ വരുന്നുണ്ട്. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഒരു മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കും നാൾ അതൊരു മുത്താണ്. അതേ റിഫായി ശൈഖ് തങ്ങൾ ഒരു മുത്താണ്. അതേ ഖജാ തങ്ങൾ ഒരു മുത്താണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മദനി
തങ്ങളൊരു മുത്താണ്, അതേ താജുൽ ഉലമ ഒരു മുത്താണ്, അതേ പാണക്കാട് PMS തങ്ങളൊരു മുത്താണ്, വളപട്ടണം മഹാനായ അഹ്മദ് ജലാലുൽ ബുഖാരി തങ്ങളൊരു മുത്താണ്. എത്ര മുത്തുകളാ! ഖുറത്തു സാദാത്ത് വല്ലാത്തൊരു മുത്താ. ആ മുത്തുകളൊക്കെ യഖ്റുജു മിൻഹുൽ ലുഅ്ലുഉ വൽ മർജാൻ. അറിയപ്പെട്ട കുത്തുബുകൾ മുഴുവനും, അറിയപ്പെട്ട ഗൗസുകൾ മുഴുവനും, അറിയപ്പെട്ട ആളുകൾ മഹാത്മാക്കൾ മുഴുവനും ഈ ഫാത്തിമ ബീവിയുടെ അലിയാരി തങ്ങളുടെ ആ ദാമ്പത്യ പുലരിയിൽ നിന്ന് പുറത്തു വന്ന മുത്തുകളാ. അവസാനം ഒരു മുത്ത് വരാനുണ്ട്. ലോകം മുഴുവനും നീതി കൊണ്ട് നിറയ്ക്കുന്ന മുത്ത് മഹാനായ മഹ്ദി ഇമാം, അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് കൊളുത്തി വച്ചിരിക്കുന്ന ഈമാനിന്റെ പ്രഭ മഹാനരായ അൻബിയ സദാതാത്തുക്കളിലൂടെ ഈ മുത്തുകളിലൂടെ കൈമാറി കൈമാറി അവസാനത്തെ പ്രവാചകരായ മഹാനായ ഈസ നബി അലൈഹിസ്സലാം, അവസാനം വരുന്ന പ്രവാചകരായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളിലേക്ക് മഹാനായ മഹ്ദി ഇമാം കൈമാറുന്നത് വരെ അവസാനത്തെ തങ്ങളായ ഹസൻ തങ്ങളെ മക്കളിൽപ്പെട്ട മഹാനായ മഹ്ദി ഇമാം, ആ മഹ്ദി ഇമാം തന്നിന്റെ വെളിച്ചം മുത്തുനബിയിൽ നിന്ന് പരമ്പരയായി കിട്ടിയ വെളിച്ചം മഹാനായ ഈസാ നബിക്ക് കൈമാറി. അവസാനത്തെ തങ്ങളോ അല്ലാ, അവരെയാണ് നമ്മൾ അറിയേണ്ടത്, അവരെയാണ് നമ്മൾ ആദരിക്കേണ്ടത്, അവരെ പറ്റിയാണ് പറയേണ്ടത്, അവരെ പറ്റിയാണ് പഠിക്കേണ്ടത്, അവരെ പറ്റിയാണ് കേൾക്കേണ്ടത്, അവരെ പറ്റിയാണ് പാടേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ അതാണ് വമഹബ്ബത അഹ്ലിൽ ബൈത്ത്. അവരെ സ്നേഹിക്കാൻ, അവരെ ആദരിക്കാൻ, അവരെ ബഹുമാനിക്കാൻ, അവരോട് ഇഷ്ടം കൂടാൻ, അവരോട് തഅ്ലീം കൂടാൻ നിങ്ങൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കണേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ മുത്തുനബിനെ പറ്റി പറയുന്നതിനാൽ, ഈ അഹ്ലു ബൈത്തിനെ പറ്റി പറയുന്നതിനാൽ, അവരെ സ്നേഹിക്കണമെന്ന് പറയുന്നതിനാൽ, അതിനൊരുമിച്ച് കൂടുന്നതിനാൽ, അവരെ കൈകൾ പിടിച്ച് മുത്തുന്നതിനാൽ, അവരോട് ഇഷ്ടം വെക്കുന്നതിനാൽ, അവരെ അനുസരിക്കുന്നതിനാൽ, അവരെ ആദരിക്കുന്നതിനാൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ, ഈമാൻ ഏറ്റിത്തരട്ടെ. അന്ന് മുസ്തഖീമായ വഴിയിലൂടെ അല്ലാഹ് നമ്മെ വഴി നടത്തി തരട്ടെ. ഈമാൻ രക്ഷപ്പെടാൻ, ആഖിബത്ത് നന്നാവാൻ ഇതെല്ലാം ഒരു നിമിത്തമായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞു അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അഹ്ലു ബൈത്തിനെ പറ്റി ഒരുപാട് പറയാനും പഠിക്കാനും കേൾക്കാനും ഉണ്ട്. അല്ലാഹു തആല എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇജാബത്തുള്ള മജ്ലിസിൽ ഇത് ഉൾപ്പെടുത്തുമാറാവട്ടെ. ആരെല്ലാം നമ്മിൽ നിന്ന് ദുആ പ്രതീക്ഷിക്കുന്നുണ്ട്, തങ്ങളുപ്പാപ്പയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഓൺലൈനിലും മറ്റുമായി ഇത് വീക്ഷിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഈ മജ്ലിസിന്റെ ബറക്കത്ത്, ഇവിടെ ഒരുമിച്ച് കൂടിയ പരിശുദ്ധ അർവാഹികളെ ബറക്കത്ത്, ഇവിടെ ധാരാളം അർവാഹികൾ ഒരുമിച്ച് കൂടുന്നുണ്ട്, അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകി തരുമാറാവട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ റഹം ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അക്സിർ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അഇസ് ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ ഉമ്മത്തി മുഹമ്മദിൻ വശുർനാ ഫി സുബ്രത്തി മുഹമ്മദിൻ ബിഹഖി മുഹമ്മദിൻ വആലി മുഹമ്മദിൻ വഅസ്ഹാബി മുഹമ്മദിൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.
मौला मोहम्मद मौला मोहम्मद मौला मोहम्मद आका आका शाह मदीना अल्लाह अल्लाह मन आशिक शेदा आका आका शाह मदीना अल्लाह अल्लाह मन आशिक शेदा मौला मोहम्मद मौला मोहम्मद मौला मोहम्मद मौला मोहम्मद मौला मोहम्मद पूछेगा माला लाया है क्या क्या मैं कहूँगा नामे मुहम्मद सल्लल्लाहु अलैहि वसल्लम 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 सल्लल्लाहु अलैहि वसल्लम